ബീഫ് മധുഹത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് മെസ്സേജ് ഇന്നലെയും കൂടെ വന്നായിരുന്നു ഇതിനുണ്ടാക്കാനാണ് ആ ഒരു രഹസ്യക്കൂട്ടൊന്ന് പറയുമെന്ന് ചോദിച്ചിട്ട്. സോ നമ്മുടെ മല്ലി, വലിയ ജീരകം, ചെറിയ ജീരകം, വറ്റൽമുളക്, നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ആ ഒരു പൂവ് പോലത്തെ സാധനം, നമ്മുടെ ഉണക്ക നാരങ്ങ, ബേ ലീവ്സ്, പിന്നെ കുരുമുളക്. അത് കുരുമുളക് ഇച്ചിരി കൂടി എടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇത്ര കുരുമുളക് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത്ര ഇട്ടത്. അപ്പോൾ അത് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാനിലോ ചീനച്ചട്ടിയിലോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ആ ഒരു കുത്തൽ മണം മാറാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു ആവശ്യത്തിന് ഒരു മീഡിയം, നമ്മൾ ഗരം മസാലക്കൊക്കെ ആക്കണത് പോലെ ആ ഒരു ലെവലിൽ നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. തരിതരിയൊന്നും ഇല്ലാതെ മൂന്ന് വട്ടമൊന്ന് കറക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ഫൈനായിട്ടുള്ളൊരു പൗഡർ കിട്ടും. അത് നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കുപ്പീൻ്റെ അകത്തോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ആക്ച്വലി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ ഇത്രയും ലാഗായത്. സോ ഇന്നലെയും കൂടെ കമൻസും മെസ്സേജായിട്ടും ഇതിനുണ്ടാക്കണം എന്ന് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. ലേറ്റായി എന്നറിയാം, എങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് യൂസ് ചെയ്യാം.